കരിക്കിലെ റിപ്പർ എന്ന വെബ് സീരീസ് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആരാണ് റിപ്പർ? റിപ്പർ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ? ഏകദേശം 130 വർഷങ്ങൾക്ക് മുന്നേ 1880 കാലഘട്ടത്തിൽ ലണ്ടൻ നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറവിലൂടെ അവൻ വിഹരിച്ചു. ആരാണവൻ? അവൻ കൊല്ലുന്ന ഓരോരുത്തരെയും ക്രൂരമായിട്ടാണ് അവൻ കൊന്നത്. പേടിച്ചുകൊണ്ട് ജനങ്ങൾ അവനെ വിളിച്ചു ജാക്ക് ദ റിപ്പർ. ഈ സംഭവത്തെ ആസ്പദമാക്കി ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഫ്രം ഹെൽ. 2002 പുറത്തിറങ്ങിയ മൂവിയാണ്. ഒരു തെരുവിലെ കുറച്ച് സ്ത്രീകളെ ഈ ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ക്രൂരമായിട്ട് കൊല്ലുകയാണ്. അവനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവന്റെ തൊട്ട് പിന്നിലായിട്ട് അബർലൈൻ എന്നൊരു പോലീസുകാരനുമുണ്ട്. അബർലൈൻ എന്ന് പറയുന്ന ആ പോലീസുകാരനെ റിപ്പറെ കണ്ടുപിടിക്കാൻ കഴിയുമോ? ഇലുമിനാറ്റി, ഫ്രീ മൈസൺ ഇങ്ങനെ പറയുന്ന ഈ രഹസ്യ സംഘടനയുമായിട്ട് ഈ ഒരു റിപ്പറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കഥയിലൂടെ കേൾക്കാം. സിനിമയുടെ തുടക്കം തന്നെ ഒരു നോട്ട് എഴുതി കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒരു ദിവസം ആളുകൾ എന്നെ നോക്കിയിട്ട് പറയും, 20-ാം നൂറ്റാണ്ടിന് തുടക്കം കുറിച്ചത് നീയാണ്. ഇത് പറഞ്ഞത് കുപ്രസിദ്ധ കൊലയാളിയായിട്ടുള്ള ജാക്ക് റിപ്പർ 1888 1888 തന്നെയാണ് ഈ ഒരു കഥയും നടക്കുന്നത്. വളരെയധികം ഡാർക്ക് ആയിട്ടുള്ള ലണ്ടൻ സിറ്റിയാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളും നിഗൂഢതകളൊക്കെ മറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. പിന്നീട് ആ നഗരത്തിലെ ഒരു തെരുവിനെയാണ് കാണിക്കുന്നത്. വളരെയധികം വൃത്തികെട്ട ഒരു തെരുവ് തന്നെയാണ്. നിറയെ വേശ്യകൾ, അതുപോലെ തന്നെ ആളുകൾ കള്ളു കുടിച്ചിട്ട് തെരുവിലൂടെ നടക്കുന്നുണ്ട്. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നുണ്ട്. ചിലരൊക്കെ പബ്ലിക്കായിട്ട് തന്നെ യൂറിൻ പാസ് ചെയ്യുകയാണ്. ഇപ്പോൾ അവരുടെ ഇടയിലൂടെ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവളുടെ പേരാണ് മേരി. ഇവളാണ് നമ്മുടെ കഥയുടെ നായിക. അതുപോലെ തന്നെ ഇവൾ ഈ തെരുവിലെ ഒരു വേശ്യയും കൂടിയാണ്. ഇപ്പൊ മേരി പിന്തുടർന്നുകൊണ്ട് ഒരാൾ വരികയാണ്. അവരിപ്പോ മേരി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ പൈസ തരുന്നില്ല, മര്യാദക്ക് നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആ തെരുവിലുണ്ടായിരുന്ന എല്ലാ വേശ്യകളും ഇപ്പോൾ ഒറ്റ മുറിയിലാണ് കിടക്കുന്നത്. ഒരു ബെഞ്ചിൽ ഒരു കയറ് കെട്ടിയിട്ട്, അതായത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വീഴാതിരിക്കാൻ, അങ്ങനെയാണ് അവർ കിടന്നുറങ്ങുന്നത്. വളരെയധികം ദുഷ്കരമായ ഒരു ലൈഫ് തന്നെയാണ് ഈ ഒരു സ്ത്രീകൾക്ക്. അങ്ങനെ നേരം വെളുത്ത് ഒരാൾ വന്നിട്ട് ഇവരെ വിളിച്ചു. ഇവർ പിന്നീട് ആ ഒരു നഗരത്തിലേക്ക് ഇറങ്ങിയാണ്. അവരെന്താ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ മുഖമെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പൊ മേരിയും അവരുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഇപ്പോൾ അവരുടെ വസ്ത്രമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവരുടെ അടുത്തേക്ക് സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു കൂട്ടുകാരി വരികയാണ്. ഇവൾ ആ തെരുവിൽ ഒരു വേശ്യയായിരുന്നു. പക്ഷെ ഇവൾ ഒരാളിപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവന്റെ പേര് എഡ്വാർഡ് എന്നാണ്. എഡ്വാർഡിന് സോഫിയ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവനിപ്പോൾ സോഫിയെ കൂട്ടിക്കൊണ്ടുപോയതാണ്. പക്ഷേ സോഫിയ ഇപ്പോഴും ആ ഒരു തെരുവിൽ തന്നെയാണ് താമസിക്കുന്നത്. എഡ്വാർഡ് വല്ലപ്പോഴൊക്കെ വരും. ഇപ്പൊ എഡ്വാർഡ് വന്നത് കൊണ്ട് ഇവരുടെ കുഞ്ഞിനെ, ആലീസിനെ ഈ മേരിയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സോഫിയ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് നേരം എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെയും കൊടുത്ത് സോഫിയ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്, അതായത് എഡ്വാർഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ആ ഒരു തെരുവിൻ്റെ ഒരു ഭാഗത്ത് ഒരു കുതിരക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ അവൻ്റെ വായു വന്ന് പൊത്തിയിട്ട് കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തോണം, അതിനുള്ള പൈസ നിനക്ക് കിട്ടും, പക്ഷേ ഈ കാര്യമൊന്നും ആരും പറയാൻ പാടില്ല. ഇതൊരു കുതിരക്കാരനാണ്. ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഇയാളുടെ പേരാണ് ബെഞ്ചമിൻ. ഇപ്പോൾ അവിടുന്ന് പോവുകയാണോ? ഇതേ സമയത്ത് തന്നെ സോഫിയും അവളുടെ ഭർത്താവായിട്ടുള്ള എഡ്വാർഡും ഇപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ റൂം ചവിട്ടി പൊളിച്ചുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ വരികയാണ്. അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ട് അയാളാണ്. ഈ സമയത്ത് ഈ എഡ്വാർഡ് ചോദിക്കുകയാണ്, ബെഞ്ചമിൻ നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത്? പക്ഷെ ബെഞ്ചമിന് ഈ എഡ്വാർഡിന് മറുപടിയൊന്നും കൊടുത്തില്ല. ബെഞ്ചമിൻ അവിടെ മുഴുവൻ തല്ലി തകർക്കാൻ പറയുകയാണ്. പിന്നീട് ഈ എഡ്വാർഡിനെയും സോഫിയയും 2 വണ്ടികളിലായിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു കാര്യമൊക്കെ മേരിയും അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് വേശികളായിട്ടുള്ള സ്ത്രീകളൊക്കെ കാണുന്നുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഇവരുടെ കയ്യിലാണ്, ആലീസ്. സോഫിയെ തട്ടിക്കൊണ്ടുവന്ന കാര്യം ഇവരെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അന്നേ ദിവസം രാത്രി ഇവർ പിടിച്ചുകൊണ്ടുവന്ന സോഫിയ ഇപ്പോൾ ബെഞ്ചമിൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രഹസ്യം ആർക്കൊക്കെ അറിയാം, പക്ഷെ എന്താണ് കാര്യമെന്ന് പറയുന്നില്ല. അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്കറിയില്ല, ഞാനൊന്നും പറയില്ല. ഇതേ സമയം മറ്റൊരിടത്ത് മേരിയുടെ കയ്യിലാണ് ഇപ്പോൾ ആ ഒരു കുഞ്ഞുള്ളത്, അതായത് ആലീസ്. മേരി ഇപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരത്തിൽ ചോദിക്കുകയാണ്, നമ്മളിനി എന്താണ് ചെയ്യുക? അവൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പിരിയുകയാണ്. പിന്നീട് മേരിയുടെ കൂട്ടുകാരി അവിടുന്ന് പോവുകയാണ്. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഇരുട്ടിന്റെ മറവിലേക്ക് ഇവളെ ആരോ വലിച്ചിടുകയാണ്. ആരാണെന്ന് കാണിക്കുന്നില്ല. ഒരു കൂർത്ത കത്തി ഉപയോഗിച്ചിട്ട് അവളെ തുരുതുരാന്ന് പറഞ്ഞ് കുത്തി കൊല്ലുന്നുണ്ട്. അവളുടെ ഒരു അലർച്ചയാണ് പിന്നെ കേട്ടത്. ഇതേ സമയം മറ്റൊരിടത്ത് കഞ്ചാവ് കടിച്ചിട്ട് ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് മയങ്ങി കിടക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. ഇവന്റെ പേരാണ് ഫെഡറിക് അബർലൈൻ. അബർലൈൻ ഒരു പ്രത്യേകത ഉണ്ട്. അവൻ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ തെരുവിൽ നടക്കാൻ പോകുന്ന കുറ്റകൃത്യങ്ങളും മോശമായ കാര്യങ്ങളൊക്കെ അവന്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും. ഒരു സ്വപ്നം പോലെ അവൻ അത് കാണാൻ കഴിയുമായിരുന്നു. ഇപ്പൊ കുറച്ച് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് അബർലൈനെയും കൂട്ടിയിട്ട് പോവുകയാണ്. ഈ അബർലൈൻ ഒരു പോലീസുകാരൻ തന്നെയാണ്. അവന്റെ മേലുദ്യോഗസ്ഥന് ഇപ്പോൾ അവൻ്റെ അടുത്ത് പറയുകയാണ്, നഗരത്തിൽ ഇപ്പോൾ കുറച്ച് കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇപ്പൊ അടുത്തൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. ഈ ഒരു പോലീസുകാരൻ അവന്റെ ഒരു ഉറ്റ ചങ്ങാതി തന്നെയാണ്. അവന്റെ പേരാണ് നിക്കോളാസും ആൽബർട്ടിനും കൂടി ഇപ്പോൾ മോർച്ചറിയിലേക്ക് ആ ഒരു ബോഡി കാണാൻ വേണ്ടി പോവുകയാണ്. മോർച്ചറിയിലെത്തിയ നിക്കോളാസ് ഇപ്പോൾ ആൽബർട്ടിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവളുടെ കഴുത്ത് മുറിച്ചിട്ട് വളരെ ക്രൂരമായിട്ട് തന്നെയാണ് കൊന്നിട്ടുള്ളത്.
പിന്നീട് അവളുടെ വസ്ത്രം പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവളുടെ രഹസ്യ ഭാഗത്തൊക്കെ വളരെ ക്രൂരമായ മുറികളാക്കിക്കൊണ്ടാണ് അവൾ കൊന്നിട്ടുണ്ടായിരുന്നത്. അബർലൈൻ പിന്നീട് ആ ഒരു ബോഡി നന്നായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഇപ്പോൾ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ പ്രായമായിട്ടുള്ള വില്യം ഗുൾ എന്നൊരു ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ഈ വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ അവരുടെ അടുത്തുകൂടെ വളരെ വേഗത്തിൽ തന്നെ ഫെഡറിക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡോക്ടർ പോവുകയാണ്. ഈ സമയത്ത് വില്യം ഗുൾ അയാൾക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഇത്ര തിരക്ക്? ഫെഡറിക് പറഞ്ഞു, ഇന്നൊരു പേഷ്യന്റ് ഉണ്ട്, അവളുടെ പേരാണ് സോഫിയ, ഭയങ്കര വയലന്റ് ആണ്, അതുകൊണ്ട് തന്നെ അവളെ ലബോട്ടമി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് ആ വൃദ്ധനായിട്ടുള്ള വില്യം ഗുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ പറയാണ്, എന്നാൽ നീ പൊയ്ക്കോന്ന്. ഇപ്പൊ ഇവര് ലബോട്ടമി എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് നടത്താൻ പോകുന്നത് ഈ മേരിയുടെ ഒക്കെ നേരത്തെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു കൂട്ടുകാരിയല്ലേ സോഫിയയാണ്. സോഫിയയുടെ മകള് ആലീസ് ഇപ്പോൾ മേരിയുടെ കയ്യിലാണ്. ഇപ്പൊ സോഫിയ കുറെ ഡോക്ടർമാർ കൂടിയിട്ട് ലബോട്ടമി എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ലബോട്ടമി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മ ഉണ്ടാവില്ല, ജീവനുള്ള ഒരു മനുഷ്യൻ എന്ന് മാത്രം പറയാം. വായിൽ നിന്നും ഉമിനീര് പുറത്തേക്ക് വന്നാൽ അത് തുടക്കാനുള്ള ഒരു ചിന്താശേഷി വരെ പിന്നീട് അവർക്ക് ഉണ്ടാവുകയില്ല. പിന്നീട് ആ ഒരു ലബോട്ടമി സോഫിയന്റെ മേത്ത് ചെയ്യുകയാണ്. അത് ചെയ്യുന്നത് ഒരു പ്രത്യേകതരം ഒരു ഇരുമ്പിന്റെ ആയുധം വെച്ചിട്ട് തലയുടെ 3 ഭാഗത്തായിട്ട് ഒരു ചുറ്റി വെച്ച് അടിക്കുകയാണ്. സോഫിയ ഈ ലബോട്ടമി ചെയ്യുന്നതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യം തന്നെ ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു നിഗൂഢതയുണ്ട്. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഫെഡറിക് ആണ്. അവൻ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഡോക്ടർ വില്യം ഗുള്ളാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ബാറിലാണ്. ബാറിൽ ഇപ്പൊ മേരി ഉണ്ട്, അവളുടെ കൂട്ടുകാരികളുണ്ട്. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയെ, അതായത് ഈ ആലീസിനെ ഇനി എന്ത് ചെയ്യും? പിന്നീട് അവരെല്ലാവരും തീരുമാനിക്കുകയാണ് ആലീസിനെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കുക എന്ന്. പിന്നീട് അവർ ചർച്ച ചെയ്തത് ഇവരുടെ കൂട്ടുകാരി ആരാണ് കൊന്നത് എന്നാണ്. അവർ സംശയിക്കുന്നത് അവരെപ്പോഴും ശല്യപ്പെടുത്തുന്ന, അവരുടെ അടുത്ത് എപ്പോഴും വന്ന് കാശ് ചോദിക്കുന്ന മാഡിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ്. പിന്നീട് അവർ ആ ബാറിന്ന് പുറത്തിറങ്ങി. ഈ സമയത്ത് മേരിയുടെ കൂട്ടുകാരിയുള്ള പോളി അവിടുന്ന് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും വേശ്യകളാണല്ലോ, അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്നിട്ട് ഇവരെ രാത്രി കൂട്ടിക്കൊണ്ടുപോകാറ് പതിവ്. പിന്നീട് ആ മനുഷ്യൻ പോളിയെ ഉപയോഗിച്ചിട്ട് അയാൾ പൈസ കൊടുത്തിട്ട് പോവുകയാണ്. ഈ സമയത്താണ് മാഡിസൺ അങ്ങോട്ട് വന്നിട്ട് ആ ഒരു പൈസ എടുത്തിട്ട് അവളെ ഉപദ്രവിക്കുന്നത്. ഈ മാഡിസൺ എന്ന് പറയുന്നത് അത്രയും വൃത്തികെട്ടതും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇവനിപ്പോ പോളിയെ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അവളുടെ കയ്യിലുള്ള ആ ഒരു കാശ് നിർബന്ധിച്ച് തന്നെ മേടിക്കുന്നുണ്ട്. പിന്നീട് കരഞ്ഞുകൊണ്ട് തന്നെ പോളി അവളുടെ കൂട്ടുകാരികളുടെ അടുത്തേക്ക് പോവുകയാണ്. കാരണം പണവും കിട്ടിയിട്ടില്ല, അതോടൊപ്പം തന്നെ ഈ മാഡിസൺ അവളെ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾ നല്ല രീതിയിൽ തന്നെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ശരിക്കും നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ടാകും, കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് കയറി കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല. ഇവരെല്ലാവരും രാത്രി ഒരു കോഴികളെ പോലെ ഒറ്റ റൂമിലാണ് കഴിയുന്നത്. പിന്നീട് പോളി അവളുടെ കൂട്ടുകാരികളൊക്കെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ പോളിക്ക് ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ല. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളിയുടെ ആ ഒരു കരച്ചിൽ കണ്ടറിയാം, ചങ്ക് ഇടറിയിട്ടുള്ള ഒരു കരച്ചിൽ തന്നെയാണ്. അവളിപ്പോൾ ആ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അവളെ വിളിക്കുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് പോളി ഇപ്പോൾ ആ ഒരു കുതിരവണ്ടിയിലേക്ക് കയറുകയാണ്. അയാളിപ്പോൾ പോളിക്ക് കുറച്ച് മുന്തിരി കൊടുക്കുകയാണ്. പോളി ഇപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ അത് കഴിക്കുന്നുണ്ട്. പിന്നീട് പോളിക്ക് അയാൾ ഒരു ഡ്രിങ്ക്സ് കൊടുക്കുകയാണ്. അത് കുടിച്ചപ്പോൾ ചെറിയൊരു മയക്കം വന്ന പോളിയെ അയാൾ ക്രൂരമായിട്ട് തന്നെ തെരുവിലേക്ക് വലിച്ചിഴിച്ച് കൊണ്ടുപോയി കൊന്നുകളയുകയാണ്. ആദ്യം തന്നെ ഒരു പ്രത്യേക ബ്ലേഡ് കൊണ്ട് പോളിയുടെ കഴുത്ത് മുറിച്ചു കളഞ്ഞു. പിന്നീട് അവളുടെ വസ്ത്രം പൊക്കി വെച്ചിട്ട് അവളുടെ വയറിൽ എന്തൊക്കെയോ തരത്തിലുള്ള വലിയ വലിയ മുറിവുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ചെയ്യുന്നത് ആരാണെന്ന് കാണിക്കുന്നില്ല. കറുത്ത തൊപ്പി വെച്ച ഒരു കോട്ട് ധരിച്ച ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് അവനെ ആളുകൾ പേടിച്ചുകൊണ്ട് തന്നെ വിളിക്കുകയാണ് ജാക്ക് ദ റിപ്പർ. റിപ്പർ പിന്നീട് അവന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. പോലീസുകാർ പോളിയുടെ ബോഡി കണ്ടെത്തി. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ കൂടി. പിറ്റേ ദിവസം രാവിലെ തന്നെ അബർലൈൻ ഇപ്പോൾ ആ ഒരു ബോഡിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അവനിപ്പോൾ പോളിയുടെ ആ ഒരു ശവശരീരം വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശവശരീരത്തിന്റെ അടുത്ത് നിന്നും അബർലൈന് ഒരു ചെറിയ മുന്തിരിക്കുല കിട്ടുകയാണ്. അതുപോലെ തന്നെ അവളുടെ ചുണ്ടിൽ മണത്തോക്കിയപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡ്രഗിന്റെ സ്മെല്ലും അവന് കിട്ടി. പിന്നീട് പോളിയുടെ ബോഡി എടുത്തിട്ട് മോർച്ചറിയിലേക്ക് പോവുകയാണ്. ഡോക്ടർമാരിപ്പോൾ നോക്കുമ്പോൾ വളരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് പോളിയെ കൊന്നിട്ടുള്ളത്. അവളുടെ കഴുത്ത് മുറിച്ചിട്ടുണ്ട്. പിന്നീട് ഡോക്ടേഴ്സ് അവളുടെ വസ്ത്രം പൊക്കി നോക്കുന്ന സമയത്ത് ഈ ഡോക്ടേഴ്സ് തന്നെ ഒരാൾ ഛർദ്ദിച്ച് അവിടെ തന്നെ തലയിറങ്ങി വീഴുകയാണ്. അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള മുറികളാണ് അവളുടെ രഹസ്യ ഭാഗത്തും വയറിലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരുടെ ഇടയിലുള്ള മെയിൻ ഡോക്ടർ തന്നെ ഛർദ്ദിക്കാൻ വന്നിട്ട് ഇപ്പോൾ അവിടുന്ന് പോവുകയാണ്. പിന്നീട് അൽബറൈനെ ആ ഒരു മുറിയിൽ ശ്രദ്ധിച്ചു നോക്കിയാണ്. എന്തൊരു കാര്യം മനസ്സിലാക്കിയ അബർലൈൻ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി പറയുകയാണ്. അതായത് അവളുടെ വയറ് കയറിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ ഡോക്ടറിനെ ഛർദ്ദിക്കാൻ വന്നിട്ട് അവിടുന്ന് ഓട്ടുകയാണ്. അബർലൈൻ പിന്നീട് അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പോലീസ് ചീഫിന്റെ അടുത്ത് വന്ന് പറയുകയാണ്. അബർലൈൻ പിന്നീട് പോലീസ് ചീഫിന്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടാക്കണമെങ്കിൽ അത് സാധാരണ കൊലയാളി ആയിരിക്കില്ല, ഒന്നില്ലെങ്കിൽ ഒരു അറവുകാരനെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടർ. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, അബർലൈൻ പറഞ്ഞു. ഈ സമയത്ത് പോലീസ് ചീഫ് പറഞ്ഞു, എനിക്കറിയാം നിനക്ക് എന്തൊക്കെയോ മാന്ത്രിക ശക്തി പോലെ എന്തൊക്കെയോ പവർ ഉണ്ടെന്ന്. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെ കാണാറുണ്ടെന്ന് എനിക്കറിയാം, നിക്കോളാസ് അതിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ നീ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഒരു തെളിവില്ലാതെ ഒരിക്കലും ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. പോലീസ് ചീഫ് പിന്നീട് അബർലൈൻ്റെ അടുത്ത് വലിയ രസത്തിലൊന്നല്ല സംസാരിച്ചത്. പിന്നീട് നിഗൂഢതകൾ നിറഞ്ഞ ആ ഒരു ലണ്ടൻ നഗരത്തെയാണ് കാണിക്കുന്നത്. അവിടെ ജനങ്ങളിപ്പോൾ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ക്രൂരമായി മരണപ്പെട്ടിട്ടുണ്ടല്ലോ. അവർ പിന്നീട് ആ ഒരു കൊലപാതകയെ വിളിക്കുകയാണ് ജാക്ക് ദ റിപ്പർ. ഇപ്പോൾ അബർലൈൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. വളരെ മാരകമായ ശക്തമായ മയക്കുമരുന്നുകളാണ് അവനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് ഈ
അബർലൈൻ്റെത് ഒന്നിനോടും താല്പര്യമില്ല, മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. അങ്ങനെയാണ് ഈ ഒരു ഫെഡറിക് അബർലൈൻ്റെ ഒരു മൈൻഡ്. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. അവൻ ജീവന് തുല്യം സ്നേഹിച്ച അവൻ്റെ ഭാര്യ പ്രസവത്തെ തുടർന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് അവനെ വല്ലാതെ തന്നെ തളർത്തി കളഞ്ഞു. അങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിച്ച് അവനിങ്ങനെ മയങ്ങിക്കെടുക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സെമിത്തേരിയിലാണ്. അവിടെ ഇപ്പോൾ മരിച്ച പോളിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ശവം ഇറക്കി വെച്ച പെട്ടി ഇപ്പോൾ ആ കുഴിയിലേക്ക് ഇറക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ കയറ് പൊട്ടിയിട്ട് ആ ഒരു പെട്ടി തകർന്നു പോവുകയാണ്. ഈ സമയത്ത് പോളിയുടെ മുഖം കണ്ടിട്ട് ഈ മേരിയും അവരുടെ കൂടുതലുണ്ടായിരുന്ന പോലെ ഞെട്ടിപ്പോവുകയാണ്. പിന്നീട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അവരവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഈ സമയത്താണ് അവരുടെ അടുത്തേക്ക് അബർലൈനും നിക്കോളസും വരുന്നത്. അബർലൈൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമോ? നിങ്ങളുടെ 2 കൂട്ടുകാരികളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറ. മേരി ഒഴികെ ബാക്കി എല്ലാവരും തങ്ങൾക്കൊന്നും അറിയില്ല, ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. മേരി ഇപ്പോൾ അബർലൈൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഒരാളെ സംശയമുണ്ട്, അവൻ്റെ പേരാണ് മാഡിസൺ, നിങ്ങൾ ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കൂ. പിന്നീട് മേരി അവിടുന്ന് പോവുകയാണ്. ഇപ്പോഴും മേരിയും അവളുടെ കൂട്ടുകാരികളും അവർക്കറിയാവുന്ന സത്യമൊന്നും പറഞ്ഞിട്ടില്ല. അതായത് സോഫിയെക്കുറിച്ചും അവളുടെ ഭർത്താവായിട്ടുള്ള എഡ്വാർഡിനെ കുറിച്ചും അവരുടെ മകളായിട്ടുള്ള ആലീസിനെ കുറിച്ചും. അങ്ങനെ അതേ ദിവസം രാത്രിയായി. ഇപ്പോൾ ആ തെരുവിലെ ഒരു മുറിയിലാണ് കാണിക്കുന്നത്. മേരിയും അവളുടെ 4-5 കൂട്ടുകാരികൾ ഇപ്പോൾ ഒരു റൂമിലിരിക്കുകയാണ്. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ചിലരൊക്കെ ഭയന്നിട്ടുണ്ട്, ചിലർക്കാണെങ്കിൽ പോട്ടെ പുല്ല് എന്നുള്ളൊരു ഭാവമാണ്. പക്ഷേ ഇവർക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു, അതായത് സോഫിയുടെ മകളായ ആലീസിനെ ഇനി എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ ഓർഫനേജിൽ തൽക്കാലം ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ആ മുറിയിലേക്ക് ഒരാൾ ആ വാതിൽ ശക്തമായി തുറന്നിട്ട് വരികയാണ്. ഒരു വൃത്തിയുടെ ഒരു മനുഷ്യൻ. അയാളിപ്പോ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, ഒന്നിനു പകരം 4 പേരോ, ഒരാൾക്കുള്ള കാശ് തന്നിട്ട് ഈ മുറിയിൽ നീ 4 പേരെ കയറ്റി എന്നിട്ട് മേരി ചീത്ത പറയുകയാണ്. മേരി പറഞ്ഞു, ഇവരൊക്കെ എന്റെ ഗസ്റ്റ് ആണ്. ഈ സമയത്ത് ആ മനുഷ്യൻ വരികയാണ്, ഓ നിന്റെ ഗസ്റ്റ് ആണോ, എന്നാൽ ഞാൻ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാത്രം വെച്ചിട്ട് ഈ മേരിയുടെ കൂട്ടുകാരികളിൽ ഒരാളായിട്ടുള്ള ആനി എന്ന സ്ത്രീയുടെ മുഖത്തേക്ക് ഒരൊറ്റ അടി അടിക്കുകയാണ്. അവൾ ആ അടി കൊണ്ട് നിലത്ത് വീഴുകയാണ്. പിന്നീട് അവർ 4 പേരും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്, മേരി ഒഴികെ. കാരണം മേരി ഇത് വാങ്ങിച്ച മുറിയാണ് ഇയാൾക്ക് വേണ്ടിയിട്ട്, ഇയാളെ കൂടെ കെടുത്താൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ കുറച്ച് സ്ത്രീകളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ദുരന്തം തന്നെയാണ്. കാരണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും ഒരു സ്ഥലമില്ല. ആ ഒരു റൂമിൽ നിലത്താണ് അവർ കിടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു മുറിയിൽ കുറച്ചു നേരം വിശ്രമിച്ചതിനാണ് ആ മനുഷ്യൻ വന്നിട്ട് ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ആനിയുടെ മുഖം അടിച്ചു പൊട്ടിച്ചത്. പക്ഷെ ആനി പോളിയെ പോലെ വളരെ ദുർബലമായിട്ടുള്ള ഈ സ്ത്രീ ഒന്നല്ല. പക്ഷെ അവളുടെ മുഖത്ത് നന്നായിട്ട് തന്നെ വിഷമമുണ്ട്. ബാക്കിയുള്ള സുഹൃത്തുക്കൾ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരിപ്പോൾ ആ ഒരു തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അർദ്ധരാത്രിയായി, കയറി കിടക്കാൻ ഒരു സ്ഥലമില്ലല്ലോ. ഈ സമയത്ത് ആനിപ്പോൾ ആ തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു കുതിരക്കാരൻ, അതായത് ഫസ്റ്റ് സീനിൽ തന്നെ ബെഞ്ചമിന് ഒരു കുതിരക്കാരനെ ഭീഷണിപ്പെടുത്തിയില്ലേ, അതാണ് ഇയാള്. കുതിരക്കാരൻ ഇപ്പോൾ ആനിയെ വിളിക്കുകയാണ്. ഹേയ് മേഡം, ഇന്ന് നിങ്ങൾക്കൊരു പ്രത്യേക കോള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു മുന്തിരിക്കോലെടുത്ത് ആനിയെ കാണിക്കുകയാണ്. ആ ഒരു മുന്തിരി കണ്ട സമയത്ത് ആനി വളരെ ആർത്തിയോടുകൂടി തന്നെ അത് മേടിക്കാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് പറഞ്ഞു, വാ നമുക്ക് അങ്ങോട്ട് പോകാം, അയാൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആനി ഇപ്പോൾ ആ മുന്തിരി വാങ്ങി കഴിച്ചിട്ട് അവൻ്റെ കൂടെ പോവുകയാണ്. വളരെ ആർത്തിയോടുകൂടി തന്നെ അവൾ കഴിക്കുകയാണ്. കാരണം അറിയാമല്ലോ, അവർക്ക് ഇങ്ങനത്തെ ഒരു ഫുഡോ ഒന്നും വാങ്ങിക്കാനുള്ള പൈസയില്ല, കാശുണ്ടാവില്ല. ആ ഒരു നല്ല ഭക്ഷണം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തന്നെ ആനി ഇപ്പോൾ അത് കഴിച്ചുകൊണ്ട് ആ ഒരു കുതിരക്കാരൻ്റെ അടുത്ത് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു വീടിൻ്റെ അടുത്ത് വന്ന് നിർത്തി. ആ കുതിരക്കാരൻ ഇപ്പോൾ ആനിൻ്റെ അടുത്ത് പറയുകയാണ്, അയാൾ നിന്നെ കാത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്, നീ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയിക്കോ. അപ്പോൾ ആനി ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് എത്ര പൈസ തരും? അയാൾ 2 ചില്ലറ എടുത്തിട്ട് ആനിനെ കൊടുക്കുകയാണ്. അത് കിട്ടിയപ്പോൾ തന്നെ ആനിനെ സന്തോഷമാവുകയാണ്. ആനി വിചാരിക്കുകയാണ്, ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമാണല്ലോ, എന്തായാലും നല്ല കോൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി തന്നെ അവളിപ്പോൾ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വല്ലാത്തൊരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത് ആനിൻ്റെ കരച്ചിലായിരുന്നു, ദയനീയമായിട്ടുള്ള കരച്ചിൽ. എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് റിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രൂരനായിട്ടുള്ള മനുഷ്യൻ ആനിനെ ഇപ്പോൾ കുത്തി നുറുക്കുകയാണ്. ഇതേ സമയം ആ വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ആ ഒരു കുതിരക്കാരൻ വളരെയധികം വിഷമത്തിൽ കരഞ്ഞു എന്നൊരു അവസ്ഥയിലാണ്. കാരണം അവനിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പേടിച്ച് ചെയ്യുന്നതാണ്. ഈ കുതിരക്കാരൻ്റെ അവസ്ഥയും വളരെ ദയനീയമാണ്. കാരണം ഒരു താല്പര്യം ഇല്ലായിട്ട് കൂടി ഈ ഒരു കാര്യത്തിന് വേണ്ടി അവന് കൂട്ടു നിൽക്കണ്ടേ? ഇത്രയും ക്രൂരമായ ഒരു കാര്യത്തിന് ഒരു സാധാരണ മനുഷ്യന് ഈ ഒരു വിഷമം താങ്ങാൻ കഴിയോ? ആ ഒരു വിഷമം ആ ഒരു കുതിരക്കാരൻ്റെ മുഖത്തപ്പോൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളായിട്ട് നിങ്ങൾക്ക് തോന്നില്ല? അതായത് ഈ കുതിരക്കാരൻ, അവനെ ഭീഷണിപ്പെടുത്തിയ ബെഞ്ചമിൻ, പിന്നെ ഇപ്പോൾ ഈ റിപ്പർ, എന്തോ ഒരു കാര്യം ആ ഒരു ലണ്ടൻ എന്ന പ്രദേശത്ത് ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയായി. ആളുകളെ ഇപ്പോൾ ആ ഒരു ശരീരം കണ്ടിട്ട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പോലീസുകാർ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ വളരെ പേടിയോട് തന്നെ അത് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഒരു തുണി വെച്ച് അവിടെ മറച്ചിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് അബർലൈൻ വന്നിട്ടുണ്ട്. ആ ഒരു ബോഡി വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ്. അവൻ അവിടെ നിന്നും ഒരു മുന്തിരിയുടെ കൊല കിട്ടിയിട്ടുണ്ട്. അതായത് അവളുടെ വസ്ത്രങ്ങൾക്കിടയിൽ വെച്ച്. അതുപോലെ തന്നെ അവളുടെ ചുണ്ടിലും ഒരു മരുന്നിന്റെ സ്മെല്ല് അവന് കിട്ടി. അതായത് അബർലൈൻ ഇപ്പോൾ ഉറപ്പായി ഈ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്. കാരണം എല്ലാത്തിനും ഒരേ ഫോർമാറ്റാണ്. കഴുത്തറുത്ത് വയറിലും രഹസ്യഭാഗത്തൊക്കെ ക്രൂരമായ മുറികൾ ഉണ്ടാക്കിയിട്ട്, അതുപോലെ തന്നെ ഈ ഒരു മുന്തിരിക്കൊലയും പിന്നെ ഈ ഒരു മരുന്നിന്റെ സാന്നിധ്യം ഇവരുടെ ചുണ്ടത്തുണ്ടായിരുന്നു. പിന്നീട് അബർലൈന് അവൻ്റെ ഒരു 2 നാണയം എടുത്തിട്ട് ഈ മരിച്ചു കിടക്കുന്ന ആനിയുടെ കണ്ണിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിക്കോളാസ് ഒന്ന് ചോദിച്ചു, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇതെൻ്റെ ഒരു വിശ്വാസമാണ്.
എങ്ങാനും ഇവളുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നുണ്ടെങ്കിലോ അതിനൊരു പരിഹാരമാണ് ഇവളുടെ കണ്ണിൽ വെച്ചു കൊടുത്ത ഈ നാണയം. ഇതെന്റെ വിശ്വാസമാണ്. അബർലൈൻ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഓരോ മനുഷ്യരുടെ വിശ്വാസം അത് വ്യത്യസ്തമാണ്. പോരാത്തതിന് അവന്റെ ഇപ്പോഴത്തെ ലൈഫ് ഒന്നിനോട് പ്രതീക്ഷയില്ലാതെ വളരെയധികം ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. അവൻ പിന്നീട് പോലീസ് ചീഫിന്റെ അടുത്തേക്ക് പോയി മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 3 കൊലപാതകം നടത്തിയത് ഒരാൾ തന്നെയാണ്. ഫെഡറിക് പറഞ്ഞു, അതായത് ഓരോരുത്തരും വളരെ ക്രൂരമായിട്ട് തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവരുടെ വയറിന്റെ ഭാഗം കീറി മുറിച്ച് അതിൽ നിന്നും അവരുടെ ഗർഭപാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലരുടെയും അവയവങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പോലീസ് ചീഫ് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അബർലൈൻ പോലീസ് ചീഫിന്റെ അടുത്ത് പറയുകയാണ്, സാറിന്റെ പെർമിഷനോടുകൂടി തന്നെ എനിക്കൊരു സർജനെ കാണണം. കാരണം ഈ ഒരു കൊലപാതകം ചെയ്യാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് കഴിയില്ല. മിക്കവാറും അത് നല്ല കഴിവുള്ള ഒരു സർജൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡോക്ടർ വഴി എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കൊലയാളി ഉപയോഗിച്ചിരിക്കുന്ന ആയുധവും ഈ നാട്ടിലുള്ള വ്യത്യസ്തമായ സ്വഭാവമുള്ള ഡോക്ടേഴ്സിനെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഈ ഒരു പോലീസ് ചീഫ് എതിർക്കുകയാണ്. അയാൾ ഈ ഒരു കാര്യത്തിന് പെർമിഷൻ കൊടുത്തില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിച്ചോളൂ. പിന്നീട് അബർലൈൻ അവിടുന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഇപ്പോൾ ഒരാളുടെ ദേഹത്ത് കൂടെ ഒരു തുണി ഇട്ടിട്ടുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് തന്നെ മറ്റൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇപ്പോൾ പറഞ്ഞു, ഇവന്റെ പേരാണ് ജോൺ. ഇവന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ ആർക്കും വരാത്ത ഒരു മെഡിക്കൽ കണ്ടീഷൻ. പിന്നീട് അയാളുടെ ദേഹത്തുള്ള ആ ഒരു തുണി മാറ്റി കൊടുക്കുകയാണ്. വളരെയധികം വികൃതമായ രൂപത്തോടു കൂടി ഒരു മനുഷ്യനായിരുന്നു അത്. അയാളുടെ ശരീരത്തിൽ നിറയെ ഒരു പ്രത്യേക തരത്തിലുള്ള മുഴ, ഒരു വികൃതമായ രൂപം എന്ന് തന്നെ പറയാം. ഈ സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ പറഞ്ഞു, അവൻ ജനിച്ചപ്പോൾ തന്നെ കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു. ആ ഒരു കാഴ്ച ആ ഒരു കാണികളുടെ കൂട്ടത്തിൽ തന്നെ വില്യംകുൾ എന്ന് പറയുന്ന ഡോക്ടറുണ്ട്, അയാളുടെ ശിഷ്യനായ ഫെഡറിക്കും ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ മുഖത്തും ചെറിയൊരു ദുഃഖമാണ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫെഡറിക് എന്ന് പറഞ്ഞ ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയായിരുന്നു. സംതിങ് എന്തോ ഒന്ന് ഇതിന്റെ പിന്നിലുണ്ട്. പിന്നീട് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആൾ പറയുകയാണ്, നിങ്ങൾ ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം. പിന്നീട് അവിടെ വന്ന പണക്കാരൊക്കെ അവരുടേതായ ഓരോ തുക എഴുതി കൊടുക്കുകയാണ് ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട്. ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഇപ്പോൾ അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഫെഡറിക് ഉണ്ട്. അവരുടെ അടുത്തേക്ക് ഇപ്പോൾ അബർലൈൻ വരികയാണ്. അബർലൈൻ പിന്നീട് തുടക്കത്തിൽ കുറച്ച് കാഷ്വലായിട്ടൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് ഡോക്ടേഴ്സ് ചോദിക്കുകയാണ്, നിങ്ങൾ ജാക്ക് റീപ്പർ കൊലപാതക കേസ് അന്വേഷിക്കാമെന്ന ആ പോലീസുകാരനല്ല, വേറൊരു ഡോക്ടറാണ് ഇത് ചോദിച്ചത്. ഇപ്പൊ ഫെഡറിക്കിന്റെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പൊ അബർലൈൻ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ഒരാളുടെ ഹെൽപ്പ് വേണം. എനിക്ക് ഈ കൊലപാതകങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണം. പക്ഷെ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ കുറച്ച് ബിസിയാണ്. ഈ സമയത്താണ് ആ വൃദ്ധനായിട്ടുള്ള വില്യംകുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഇപ്പോൾ അബർലൈൻ്റെ അടുത്തേക്ക് വരുന്നത്. വില്യംസ് പറയുകയാണ്, അബർലൈൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത്, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നീട് വില്യം എന്ന് പറയുന്ന ആ ഡോക്ടർ അബർലൈനെയും കൂട്ടിയിട്ട് അയാളുടെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ വില്യം ഇപ്പോൾ പറഞ്ഞു, എനിക്ക് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, മറുപടിയൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ തരാൻ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ചെറിയ വിറയലിൻ്റെ അസുഖമാണ്, എനിക്ക് ചിലപ്പോൾ അധികം നേരം ഒന്നും നിൽക്കാൻ കഴിയില്ല എന്ന് ഈ വില്യംസ് ഗുള്ളു പറയുകയാണ്. അബർലൈൻ പറഞ്ഞു, ഓ അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ പറഞ്ഞു തന്നാൽ മതി. പിന്നീട് അബർലൈനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ചിത്രം വരയ്ക്കുകയാണ്, ഒരു പ്രത്യേകതരം ബ്ലേഡ്. പിന്നീട് അബർലൈൻ വരച്ച ആ ഒരു ചിത്രത്തിലേക്ക് ഡോക്ടർ സൂക്ഷിച്ച് നോക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വയസ്സായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കണ്ണ് ശരിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. ആ ചിത്രത്തെ നിരീക്ഷിച്ചപ്പോൾ ആ ഒരു ഉപകരണത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ പേരാണ് ലിസ്റ്റൺ നൈഫ്. അബർലൈൻ ചോദിച്ചു, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു, യുദ്ധത്തിന്റെ സമയത്തൊക്കെ എന്തെങ്കിലും ബുള്ളറ്റോ അങ്ങനെ എന്തെങ്കിലും മുറിയോ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മുറിവുകൾ ഉണ്ടാക്കി ആ ഒരു ബുള്ളറ്റ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് വാറിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ബ്ലേഡാണത്. അതായത് ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മനുഷ്യന്റെ ശരീരം പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നീട് ഡോക്ടർക്ക് അബർലൈന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഇത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അത്രത്തോളം വൃത്തിയായിട്ടാണ് ശരീരത്തിന്റെ ഓരോ ഭാഗം കട്ട് ചെയ്തിട്ട് ഓരോ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നല്ല ബലിഷ്ഠമായ കൈകളുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. പിന്നീട് അബർലൈന് ഓരോ ബോഡിയുടെ ചുണ്ടത്തു നിന്ന് സ്മെല്ല് ചെയ്തപ്പോൾ ഒരു ഡ്രഗിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയില്ല. ആ ഒരു ഡ്രഗ് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ ചോദിച്ചു, ആ ഒരു ഡ്രഗ് ആണെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അബർലൈൻ പറഞ്ഞു, എനിക്കതിന്റെ സ്മെല്ലിലൂടെ മനസ്സിലായി. ഈ സമയത്ത് തന്നെ ഡോക്ടറിന് മനസ്സിലായി ഇവൻ ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണെന്ന്. പിന്നീട് ആ ഒരു അഡിക്ഷൻ നിർത്താൻ വേണ്ടിയിട്ട് അബർലൈന് ഈ ഒരു ഡോക്ടർ കുറിപ്പ് എഴുതി കൊടുക്കുകയാണ്, ഒരു മരുന്ന്. പിന്നീട് അബർലൈൻ അവിടെ നിന്ന് പോയി. അടുത്ത സീനിൽ കാണിക്കുന്നത് ലണ്ടനിലെ പാലസ് ആണ്. അവിടെ ഇപ്പോൾ ക്യൂൻ വിക്ടോറിയ ഉണ്ട്, അവരുടെ കൂടെ തന്നെ ഡോക്ടർ വില്യം ഗുള്ളു ഉണ്ട്. ഈ ക്യൂനിന്റെ പേരക്കുട്ടിയെ ശുശ്രൂഷിക്കുന്നതും ചികിത്സിക്കുന്നതൊക്കെ ഈ വില്യം ഗുള്ളാണ്. അപ്പോൾ ക്യൂന് ചോദിക്കുകയാണ്, എന്തായി എൻ്റെ പേരക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ? അയാൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അവൻ്റെ ആ രോഗം അവനെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട്, ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ക്യൂന് വില്യം ഗുള്ളിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്തായാലും നല്ലൊരു ഡോക്ടർ തന്നെയാണ്, നിങ്ങൾ എൻ്റെ ചെറുമകനെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഈ വില്യം ഗുൾ എന്ന് പറയുന്നില്ല ഈ പ്രായമുള്ള ഡോക്ടറാണ് ഈ റോയൽ ഫാമിലിയുള്ള ആളുകളൊക്കെ
ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലണ്ടൻ നഗരത്തിന്റെ ആ ഒരു നിഗൂഢതയാണ്. അവിടെ ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പൊ റിപ്പർ നിൽക്കുന്നുണ്ട്. അയാളുടെ തൊട്ടടുത്ത് തന്നെ ആരുണ്ട്? ആ ഒരു കുതിരക്കാരനുണ്ട്. റിപ്പർ ഇപ്പോൾ അവന്റെ കോട്ടൊക്കെ ധരിച്ച് തൊപ്പിയും ധരിച്ച് അവന്റെ വേട്ടക്കായി തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ ആ കുതിരക്കാരൻ നല്ല ഭയത്തിൽ തന്നെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ റിപ്പർ ഒരു പതിയ സ്വരത്തിൽ അയാൾക്ക് ചോദിക്കുകയാണ്, ബെറ്റ്ലി, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? അതായത് ഈ കുതിരക്കാരന്റെ പേരാണ് ബെറ്റ്ലി. ബെറ്റ്ലി ഇപ്പോൾ ഭയത്തോടു കൂടി തന്നെ പറയാണ്, സാർ അവര് 3 പേരെ കൂടെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബെറ്റ്ലി പറയുകയാണ്, സാർ എനിക്ക് പേടിയാവുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. നിങ്ങളെപ്പോലെ വലിയൊരാളല്ല ഞാൻ, ഒരു സാധാരണക്കാരനാണ്, എനിക്ക് പേടിയുണ്ട്, വിഷമം സഹിക്കാനാവുന്നില്ല. ഈ സമയത്ത് റിപ്പർ അവന്റെ അടുത്തേക്ക് പതിയെ നടന്നു വന്നിട്ട് ഒരു പതിയ സ്വരത്തിൽ തന്നെ പറയുകയാണ്, ബെറ്റ്ലി, നീ ഇപ്പോൾ ഭയപ്പെടരുത്. നമ്മളിപ്പോൾ ഈ ഒരു ജനതയുടെ മൈൻഡിലാണുള്ളത്. അവരുടെ ഭയം അത് നമ്മളാണ്. അതുകൊണ്ട് നീ എന്തിനാണ് പേടിക്കുന്നത്? ഈ സമയത്ത് ബെറ്റ്ലി പറയുകയാണ്, സാർ എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് റിപ്പർ പറയുകയാണ്, ബെറ്റ്ലി, നിനക്കറിയോ നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് നരകത്തിലാണ്. ശരിക്കും ക്രൂരതയ്ക്ക് ഒരു പേരുണ്ടെങ്കിൽ അതിന് റിപ്പർ എന്ന് തന്നെ പറയാം. പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ജാക്ക് ദ റിപ്പർ. ശരിക്കും ഈ ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു സൈക്കോയാണോ, അല്ലെങ്കിൽ ഇയാൾ ഒരു വാടക കൊലയാളിയാണോ? എന്താണ് ഇയാളുടെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ ഒരു മോട്ടീവ്? കഥയുടെ ചില ഭാഗങ്ങളിൽ കാണുന്ന ബെഞ്ചമിൻ എന്ന വ്യക്തി ആരാണ്? അതുപോലെ തന്നെ കഥയുടെ തുടക്കം തന്നെ സോഫിയും എഡ്വാർഡിനെയും കാണാതായല്ലോ. അവരെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? ഇവരുടെ ഈ തട്ടിക്കൊണ്ടുപോകലിനും ഈ കൊലപാതകങ്ങൾക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു നഗരത്തിൽ ഒരു രഹസ്യ സംഘടനയുണ്ട്, ചെകുത്താന്മാരെ വർഷിപ്പ് ചെയ്യുന്ന ഒരു സംഘടന. ആ ഒരു സംഘടനയും ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? സത്യത്തിൽ ചെറിയ ചെറിയ വീഴ്ചകളാണ് കൊല്ലപ്പെടുന്നതെങ്കിലും അതിന്റെ പിന്നിലുള്ള ഒരു മോട്ടീവ്നെസ് അത് വളരെയധികം വലുതായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങൾ അത് അത്രയധികം വലുതായിരുന്നു. എന്തായാലും കഥയുടെ ഭാഗത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അവസാനം നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ട്വിസ്റ്റുമുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്ക് തന്നെ 2ാം ഭാഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് അതിന്റെ മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വേഗം തന്നെ വരുന്നതാണ്. അഥവാ നിങ്ങൾ ഒരു ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ അവസാനം 2 ബോക്സ് വരുന്നില്ല, അതിൽ ആദ്യത്തെ ബോക്സ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് 2ാമത്തെ വീഡിയോ കാണാവുന്നതാണ്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.